ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ടിപ്സ് ആൻഡ് നോളേജ് എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് ടൈം ഫാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ മേജറായിട്ടുള്ള കുറേ അപ്ഡേറ്റുകളാണ്. അപ്പോൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിൽ എന്താണ് ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത്, നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടുമോ, ഇത് ഡസ്റ്റ് ആവുമോ, നമുക്കിതിന്ന് ഒരു ഡ്രോപ്പും അങ്ങനെയുള്ള തന്നെ വലിയ രീതിയിലൊക്കെ ഡ്രോപ്പ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ ഇതിന് ഒരുപാട് പ്രോഫിറ്റ് എനിക്ക് നഷ്ടമാവോ, ഞാൻ ഈ P2P ചെയ്ത സെക്കൻഡ്സ് എനിക്ക് നഷ്ടമാവോ, അങ്ങനെയുള്ള പല ഡൗട്ടുകളാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ അനൗൺസ്മെൻറ്റും ഇതിൻ്റെ ഒരു ടോക്കൺ കൺവേർഷൻ റേറ്റ് ഇത്രത്തോളം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളൊരു എൻ്റെ ഒരു പ്രെഡിക്ഷനും ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള സെക്കൻഡ്സ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം മില്യൺ ആയിക്കോട്ടെ ബില്യൺ ആയിക്കോട്ടെ എല്ലാം എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഇടുക. നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത കാര്യം ഞാൻ പറയാം, ഇത് 100% ശരിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ എടുക്കരുത്. പക്ഷേ നമുക്കൊരു പ്രെഡിക്ഷൻ വെക്കാമല്ലോ, ഇന്നൊരു രീതിയിലാണ് ആവുക എന്നുള്ളൊരു കാര്യമായിരിക്കും. അതിൻ്റെ AMA സെഷനൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രെഡിക്ഷനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ അനൗൺസ്മെൻറ്റ് പേജിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ബിഗ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് അപ്കമിങ് ഡ്രോപ്പ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. മേജർ TGE ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് അപ്ഡേറ്റ് വി ആർ ഡ്രോപ്പ് ഇൻ കോയിൻ മാർക്കറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദ ടൈം ടോക്കൺ ഈസ് ആൾറെഡി ലിസ്റ്റഡ് ഓൺ ടോപ്പ് എക്സ്ചേഞ്ചസ് ലൈക്ക് കോയിൻബേസ്, ബൈബിറ്റ്, ഗേറ്റ്വേയോ, ക്യൂകോയിൻ ആൻഡ് മോർ. സോ യു ക്യാൻ സെൽ ഓർ ബൈ ടോക്കൺ വെൻ എവർ യു പ്രിഫർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവർ എയർ ഡ്രോപ്പ് ആയിട്ട് തരാൻ പോകുന്നത് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ ആണ്. അപ്പോൾ ഈ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ അവൻ്റെ തന്നെ ക്രോണോടെക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ജനറേറ്റ് ചെയ്തൊരു ടോക്കണാണ്. 2016 സംതിങ് ആ ഒരു സമയത്തൊക്കെ വന്നിട്ടുള്ള ഒരു ടോക്കണാണ്. ഇതിൻ്റെ കറണ്ട് വാല്യൂ, മാർക്കറ്റ് ക്യാപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇതിൽ റീസെൻ്റ്ലി തന്നെ ഞാനിപ്പോൾ ഒരു മാസം മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ടൈം ഫാമിൽ ഇതിൻ്റെ ഒരു ട്രേഡിംഗ് പെയർ ആയിട്ട് ഇല്ലെങ്കിൽ സ്വാപ്പിംഗ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇയർലി മെമ്പറൊക്കെ ആയിരുന്ന എൻ്റെ ടെലിഗ്രാം ചാനലുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് മുമ്പ് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇവർ എയർ ഡ്രോപ്പ് ആയിട്ട് ഇല്ലെങ്കിൽ ഇവരൊരു ഓപ്ഷൻ കൊണ്ടുവരുന്നത് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ ഓൺ എക്സ്ചേഞ്ച് ഇല്ലെങ്കിൽ അവൻ്റെ ടൈമെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതിലുള്ള ടോക്കൺ തന്നെ ആയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ അതിലെനിക്ക് വലിയൊരു ഇത്രത്തോളം സന്തോഷം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇറ്റ്സ് ലൈക്ക് ദ സെക്കൻഡ്സ് TGE. അപ്പോൾ അവർ പറയുകയാണ് ഇത് സെക്കൻഡ്സ് ടോക്കൻ്റെ TGE പോലെ തന്നെയാണ്, ബട്ട് യൂസിങ് ടൈം തിങ്ക് ഓഫ് ഇറ്റ് ആസ് റിവേഴ്സ് ടേക്ക് ഓവർ ഓഫ് ദ ടൈം ടോക്കൺ ബൈ ദ സെക്കൻഡ്സ് ടോക്കൺ. അപ്പോൾ എന്താ പറഞ്ഞാൽ ഈ സെക്കൻഡ്സ് ടോക്കൺ കൊടുത്തിട്ട് നമുക്ക് ടൈം ടോക്കൺ മേടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. ചെക്ക് ബാക്ക് സൂൺ എവറിത്തിങ് യു നീഡ് ടു നോ എവറിത്തിങ്, അവരെന്താണ് എല്ലാ കാര്യങ്ങളും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൗ ടു ക്വാളിഫൈ ഫോർ ദ ഡ്രോപ്പ്, എങ്ങനെയാണ് ഈ ഒരു എയർ ഡ്രോപ്പിലേക്ക് നിങ്ങൾ ക്വാളിഫൈ ആവുക ഇല്ലെങ്കിൽ എലിജിബിൾ ആവുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫോളോ അവർ മെയിൻ ടെലിഗ്രാം ചാനൽ ടൈം ഫാം ചാനൽ, ആ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോളോ അവർ ഫൗണ്ടേഴ്സ് ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫൗണ്ടറിനെ നിങ്ങൾ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. മസ്റ്റ് കംപ്ലീറ്റ് ഓവർ 50% ഓഫ് ദ ടാസ്ക് ഫോർ വിച്ച് യു ക്ലെയിം ടോക്കൺ വി വിൽ ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്കൻഡ്സ് ടോക്കൺ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടാസ്ക് സെക്ഷനുള്ള ഒരു 50% ടാസ്ക് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അവർ കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾ ഇതിലേക്ക് എലിജിബിൾ ആവുള്ളൂ. അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞതിൽ ആൾക്കാർ എലിജിബിൾ ആവാതിരിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ എലിജിബിൾ ആവാതിരിക്കില്ല. ഒരുപാട് ആൾക്കാർ ഇതിൽ എലിജിബിൾ ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ദ ബെറ്റർ യുവർ ടൈം വാച്ച് ദ ഫാസ്റ്റർ യു വിൽ ഗെറ്റ് ദ. അപ്പോൾ ഏറ്റവും നല്ല ടൈം ഒരു വാച്ച് അപ്ഗ്രേഡ് ചെയ്ത ആൾക്കാർക്ക് നല്ല ഡ്രോപ്പ് ഒക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. വിത്ത് ന്യൂയസ്റ്റ് മോഡൽ ഇനിയും നമുക്ക് എന്താണ് ഒരു പുതിയൊരു ഡ്രോപ്പ് ഇല്ലെങ്കിൽ ഒരു പുതിയൊരു വാച്ചും കൂടി വരുന്നുണ്ട്. അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രത്തോളം സെക്കൻഡ്സ് കൊടുക്കണമെന്ന് പറയും. ആ ഒരു സെക്കൻഡ്സിൽ കൊടുത്ത ആൾക്കാർക്കായിരിക്കും ഇത് എലിജിബിൾ എന്ന് പറയുക. ആ ഒരു വാച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് സെക്കൻഡ്സ് കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള സെക്കൻഡ്സ് ഒക്കെ എന്താവും, കുറേ പോവും. അങ്ങനെയുള്ള കുറേ ഒരു നെഗറ്റീവ് ഇല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയ ആയിരിക്കണം അത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ വാട്ട് അബൌട്ട് സെക്കൻഡ്സ്, അപ്പോൾ ഈ സെക്കൻഡ്സ് ടോക്കൺസ് എന്തൊക്കെയാണ്, കൺവേർട്ട് സെക്കൻഡ്സ് ഇൻ ടു ടൈം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ നമുക്ക് ടൈം ടോക്കൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ് അവർ കൊണ്ടുവരുന്നത്. കണ്ടിന്യൂ ട്രേഡിംഗ് സെക്കൻഡ്സ് ഓൺ P2P. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ P2P ട്രേഡിങ്ങിൽ സെക്കൻഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളത് നമുക്ക് എപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പബ്ലിഷ് യുവർ ഓൺ ടാസ്ക് യൂസിങ് സെക്കൻഡ്. അപ്പോൾ നിങ്ങളുടെ ഓൺ ആയിട്ടുള്ള ടാസ്ക് ഒക്കെ ഇല്ലെങ്കിൽ നമുക്ക്
നമുക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലേക്ക് ലിങ്ക് കയറ്റാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്കൻഡ്സ് ഉപയോഗിച്ചിട്ട് ആ ഒരു ലിങ്ക് അവിടെ ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദ ഫാമിംഗ് മെക്കാനിസം വിൽ ബി അപ്ഡേറ്റഡ്, ദ സെക്കൻഡ് വിൽ ബിക്കേം എ ഡെഫ്ലിഷണറി ടോക്കൺ മീനിങ് ദെയർ വാല്യൂ വിൽ റൈസ് ഡെയിലി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, അങ്ങനെയുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാച്ച് പുതിയത് അവർ കൊണ്ടുവരും. ആ ഒരു വാച്ച് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്താലാണ് നിങ്ങൾക്ക് കൂടുതലൊരു എയർ ഡ്രോപ്പ് കിട്ടുക, അങ്ങനെയുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു എയർ ഡ്രോപ്പ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പാതി സെക്കൻഡ്സ് എങ്കിലും കൊടുക്കേണ്ടി വരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവൻ്റെ AMA സെഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വാച്ചിൻ്റെ കാര്യം അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റിംഗ് ന്യൂസ്, വാട്ട് കമ്മിങ് നെക്സ്റ്റ്, എന്താണ് അടുത്തത് വരാൻ പോകുന്നത്. ദ ലിസ്റ്റിംഗ് മെക്കാനിസം ആർ സോർട്ടഡ്, വി വിൽ സൂൺ ബി ഡിസ്ട്രിബ്യൂട്ടിംഗ് ടൈം ടോക്കൺ ഓൺ എ പോപ്പുലർ എക്സ്ചേഞ്ച് ലൈക്ക്, ആൾറെഡി തന്നെ എന്താണ് ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ടിംഗ് ചെയ്തിട്ടുണ്ട്, നമുക്കുള്ളൊരു എയർ ഡ്രോപ്പ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ വി ആർ ഗെറ്റിംഗ് റെഡി ഫോർ ദ കൺവേർഷൻ ഓഫ് യുവർ സെക്കൻഡ്സ് ഇൻ ടു ടൈം വിത്ത് ദ ആപ്പ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്പിൽ തന്നെ ഈ ഒരു സെക്കൻഡ് ടു അതേപോലെ തന്നെ ടൈമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ട്. ടു മേക്ക് ഷുവർ ദ ഡ്രോപ്പ് ഈസ് ഫെയർ ആൻഡ് ഹോണസ്റ്റ്. അപ്പോൾ എന്തായാലും അവർ നിങ്ങൾ അതിൽ ചീറ്റിംഗ് ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരിഫൈ ടാസ്ക് കംപ്ലീഷൻ, ബ്ലോക്കിംഗ് സ്കാം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ആക്കാനുള്ള സാഹചര്യങ്ങൾ അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് ഫോർ ദ വെരിഫിക്കേഷൻ പ്രോസസ് വിൽ ബി അവൈലബിൾ സൂൺ. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണോ വെരിഫൈ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവും. ദ ന്യൂ ടൈം വാച്ച് മോഡൽ ഓൺ ഇറ്റ്സ് വേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ന്യൂവർ യുവർ വാച്ച് മോഡൽ ദ ഫാസ്റ്റർ യു വിൽ ബി ഗെറ്റ് ദ ഡ്രോപ്പ്. ആഫ്റ്റർ ദ വാച്ച് റിലീസ് വി വിൽ അപ്ഡേറ്റ് ദ ഫാമിംഗ് മെക്കാനിസം ആൻഡ് സെക്കൻഡ് ടു ടൈം കൺവേർഷൻ വിൽ ബിഗിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു വാച്ച് വന്നിട്ടായിരിക്കും ഈ ഒരു കൺവേർഷനൊക്കെ അവർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം ടോക്കൺ എത്രത്തോളം വാല്യൂലാണ് ഇപ്പോൾ കിടക്കുന്നത്, ഇതിന് എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്, ഇതിന് എത്രത്തോളം സപ്ലൈ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കറൻ്റ്ലി ടൈം ടോക്കൺ എന്ന് പറയുന്നത് $12.56 നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ എത്രയാണ്? 8.91 മില്യൺ മാർക്കറ്റ് ക്യാപ്പാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇതിൽ ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 7 ലക്ഷം സംതിങ് ടോട്ടലൊക്കെയുള്ള സപ്ലൈ ആണ്. ഇതിൽ ടോട്ടലായിട്ട് സർക്കുലേറ്റീവ് സപ്ലൈയും ഒരു 7 ലക്ഷം തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൾമോസ്റ്റ് എല്ലാ മാർക്കറ്റിൽ തന്നെയാണ് കിടന്ന് കളിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വോളിയം, അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്, വോളിയം മാർക്കറ്റ് ക്യാപ്പ്, മാക്സിമം സപ്ലൈ എല്ലാം ഒരു സപ്ലൈ എല്ലാം ഇപ്പോൾ എവിടെയാണ്? മാർക്കറ്റിൽ തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ്, ഇങ്ങനെ ഒരു സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺസ് ആയിട്ട് തരുമ്പോൾ കുറേ ആൾക്കാർ ഇത് എന്താവും? എലിജിബിൾ ആവും. അപ്പോൾ നമുക്കൊരു 3-4 സിനാരിയോ എടുക്കേണ്ടി വരും. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺവേർഷൻ നടക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിലുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ റീസെൻ്റ് തന്നെ ടെലിഗ്രാം ചാനൽ എന്ത് ഇട്ടിട്ടുണ്ട്, ഈ ഒരു കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ടെലിഗ്രാം ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ടെലിഗ്രാം ചാനലിൽ ഞാൻ ഈ ഒരു കാര്യം പെട്ടെന്ന് ഇട്ടത് എന്താ പറഞ്ഞാൽ ഈ വീഡിയോൻ്റെ പ്രകാരമായിട്ട് തന്നെ ഇട്ടതാണ്. അപ്പോൾ എന്തായാലും അത് കാണിച്ച് തന്നിട്ട് നമുക്ക് ചെയ്യാം. 3 സിനാരിയോ ആണ് ഞാൻ എടുക്കുന്നത്. നമുക്കിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും എത്രത്തോളം മില്യൺ ടോക്കൺസ് ഉണ്ട് എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നത് ഒരു 10 മില്യൺ ടോക്കൺസ്, ഈ സെക്കൻഡ് ടോക്കൺസ് കൺവേർഷൻ ആയിട്ട് ഒരു ടൈം ടോക്കൺ ആയിട്ട് അവർ തരിക എന്നുള്ള സിനാരിയോ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 100 മില്യൺ ടോക്കൺസ് സെക്കൻഡ് ടോക്കൺസ് കൺവേർഷൻ ആയിട്ട് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനാരിയോ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് സിനാരിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു 200 മില്യൺ സെക്കൻഡ് പോയിന്റ്സ് ഒരു ടോക്കൺ ആയിട്ട് കൺവേർഷൻ ആയിട്ടുള്ളതും അതിൻ്റെ പ്രോഫിറ്റും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം തന്നെ പറയുകയാണ് 10 മില്യൺ സെക്കൻഡ്സ് ഒരു ടൈം ടോക്കൺ ആണെങ്കിൽ, അപ്പോൾ ഒരു ടൈം ടോക്കണിൻ്റെ വാല്യൂ നമ്മൾ അപ്രോക്സിമേറ്റ്ലി $13 ആണെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 100 മില്യൺ സെക്കൻഡ്സ് ടോക്കൺസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ $130 കിട്ടും. അതേപോലെ തന്നെ 200 മില്യൺ സെക്കൻഡ് ടോക്കൺസ് ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ $260 ആണ് നിങ്ങൾക്ക് കിട്ടുക. അതേപോലെ തന്നെ 1 ബില്യൺ ആണ് ഉണ്ടെങ്കിൽ $1300 ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇതൊന്ന് പോസിബിൾ ആണോ? തീർച്ചയായിട്ടും ഇത് പോസിബിൾ അല്ല. നമുക്ക് ഈ ഒരു കാര്യങ്ങൾ 4-5 സിനാരിയോ വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഈ 10 മില്യൺ സെക്കൻഡ്സ് 1 ടൈം ആക്കുമ്പോൾ ഈ മാർക്കറ്റിലേക്ക് ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഒരുപാട് വന്ന് ഡംപ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ടോക്കൺ എല്ലാവർക്കും കിട്ടി. ഒരുപാട് ടോക്കൺ ഇങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ഒക്കെ വളരെ രീതിയിൽ എന്താവും? കുറയും. അപ്പോൾ ഈ ഒരു സിനാരിയോ അവർ തീർച്ചയായിട്ടും എടുക്കില്ല. അതേപോലെ തന്നെ ഇത്രത്തോളം പ്രോഫിറ്റും അവർ തീർച്ചയായിട്ടും തരില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു പോസിബിലിറ്റി എടുക്കുകയാണ്. ഈ 100 മില്യൺ സെക്കൻഡ്സ് ഈസ് ഈക്വൽ ടു 1 ടൈം. അപ്പോൾ ഒരു 100 മില്യൺ സെക്കൻഡ്സ് ഒരു ടൈമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് 200 മില്യൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് $26 1 ബില്യൺ ഉണ്ടെങ്കിൽ $130 നമുക്ക് കിട്ടുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിലത് എടുത്ത് നോക്കുമ്പോൾ ഇത് മേ ബി ഫെയർ ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് ഫെയർ ആവാൻ പറ്റും എന്നുള്ളൊരു കാര്യം ആൾക്കാർ പറയുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഫസ്റ്റ് P2P സെക്കൻഡ് ട്രേഡ് നടക്കുമ്പോൾ 2 ബില്യൺ ടോക്കൺസ് $160 ഇവർ എന്ത് ചെയ്ത് ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 1 ബില്യണൊക്കെ $60 സംതിങ്ങിലൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ അതിനേക്കാളും എന്തെങ്കിലും ഒരു നല്ല പ്രോഫിറ്റ് കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു 100 മില്യൺ കൺവേർഷനൊക്കെ വരില്ലേ ബ്രോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എനിക്ക് ഡൗട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ പോസിബിൾ ആയിട്ട് ഏറ്റവും നല്ലൊരു കൺവേർഷൻ, ഇല്ലെങ്കിൽ അവൻ്റെ റീസെൻ്റ്ലി AMA ഒക്കെ എടുത്തിട്ട് അവൻ്റെ ഒരു ആസ്ക് മീ എനിത്തിങ് സെഷനൊക്കെ എടുത്തിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ 200 മില്യൺ സെക്കൻഡ്സ് ഒരു ടൈം ടോക്കൺ ആണെങ്കിൽ അങ്ങനെ ഒരു കൺവേർഷൻ ആയിരിക്കും അവർ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതിനേക്കാളും ഇനി വീണ്ടും കുറച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റിലുള്ള ഒരു ഇൻട്രസ്റ്റ് ആർക്കും
എല്ലാവർക്കും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു 100 മില്യൺ എടുത്താൽ നമുക്ക് എന്താണ് പ്രോഫിറ്റ് നല്ല രീതിയിൽ തന്നെ കിട്ടും. 10 മില്യൺ ഒരിക്കലും അവർ എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്കിവിടെ 200 മില്യൺ ഒരു 200 മില്യൺ സെക്കൻഡ്സ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പ്രോഫിറ്റ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 200 ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1 ബില്യൺ ടോക്കൺസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ 200 മില്യൺ ഒരു ടൈം ടോക്കൺ ആയിട്ട് മാറാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡോളർ എന്ന് പറഞ്ഞാൽ $65 ആയിരിക്കും. ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നേരെ നിങ്ങൾക്ക് എത്രത്തോളം സെക്കൻഡ്സ് ടോക്കൺസ് ഉണ്ടെന്ന് ആൾറെഡി തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ടാവും. ആ കമൻറ്റിലൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്കൊരു 200 മില്യൺ സെക്കൻഡ്സ് ടു 1 ടോക്കൺ ആയിട്ടായിരിക്കും അവർ കൺവേർഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പം നടക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇപ്പം നടക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് സമയമൊക്കെ എടുക്കും, അവരുടെ വാച്ച് വരണം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ഒരു ആപ്പിൽ പോയിട്ടും കൂടി ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എലിജിബിൾ ആവാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ടാസ്ക് സെക്ഷനിൽ നിങ്ങൾ ആൾമോസ്റ്റ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ കുറേ യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ആ കോഡൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എന്തായാലും 50% ആണല്ലോ പറയുന്നത്. എങ്ങനെ എന്തൊക്കെ കിട്ടിയാലും അത് പൈസ ആണല്ലോ. അപ്പോൾ അത് ചെറുതോ വലുതോ നിങ്ങൾ തീർച്ചയായിട്ടും ആ പൈസ എന്ത് ചെയ്യാൻ നോക്കുക, ഉണ്ടാക്കാൻ നോക്കുക എന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ എനിക്കിവിടെ 1.3 ബില്യൺ സംതിങ് ടോക്കൺസ് ഒക്കെയാണ് എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ എനിക്കുള്ളത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിലുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ടാസ്ക് സെക്ഷനിൽ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടാസ്ക് സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയുള്ള ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ കുറച്ച് ടാസ്കുകളും കൂടി ഉണ്ട്. ആ ടാസ്ക് എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യുക. ഞാനിവിടെ ഒരുപാട് ടാസ്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. അതൊരു മസ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. പിന്നെ അവൻ്റെ 2 അക്കൗണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഈ ഒരു സെക്കൻഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ ലിങ്ക് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് ആഡ് ആക്കാൻ പറ്റും. അതിന് വളരെയധികം 2 ബില്യൺ സംതിങ് സെക്കൻഡ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലാണ് അങ്ങനെയുള്ളൊരു നിങ്ങളുടെ ഒരു ഓൺ ടാസ്ക് ഒക്കെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മേജറായിട്ട് അടുത്ത് വരാൻ പോകുന്നത് ഈ ഒരു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ്. ഇവിടെ ഒരു പുതിയ ക്ലോക്കും കൂടി അവർ കൊണ്ടുവരും. അപ്പോൾ ആൾറെഡി തന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാവരും ടോപ്പ് എടുത്തു എന്ന് പറഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് ഫാം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് വന്നു എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു എത്രയാണ് 30 മില്യൺ സംതിങ്, അത്ര 300 മില്യൺ ടോക്കൺസ് ഒക്കെയാണ് ഈ ഒരു ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനേക്കാളും ഒരു 500-600 മില്യൺ ഒക്കെ അതിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പാതി എന്താവും, പാതി തന്നെ ആ ഒരു സെക്കൻഡ്സ് അതിൽ ബേൺ ആയി പോകും. ഇല്ലെങ്കിൽ ആ ഒരു ടോക്കന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യും. അത് കഴിയുമ്പോഴേക്കും തന്നെ ഒരുപാട് ആൾക്കാരിൽ ഉണ്ടായിരുന്ന എന്താണ്, ഒരുപാട് സെക്കൻഡ്സ് ഒക്കെ കുറഞ്ഞു വരും, ഒരുപാട് അക്കൗണ്ട് പോകും, അങ്ങനെയുള്ള പല കാര്യങ്ങളും കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ 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 യൂസ്ഫുൾ ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ടെലിഗ്രാം ചാനലിൽ കയറാം. ഒരുപാട് അപ്ഡേറ്റുകൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനൽ കയറണം. അവിടെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ഓപ്പർച്യൂണിറ്റികളുണ്ട്, ലൂട്ട്സ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ കയറാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നില്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.